അങ്ങനെ 2021 സ്ത്രീധനത്തിൻ്റെ പേരും പറഞ്ഞിട്ട് ഗാർഹിക പീഡനത്തിനൊക്കെ ഇരയാക്കിയ വിസ്മയയുടെ ഭർത്താവിന് അങ്ങനെ ജാമ്യം കിട്ടി. വിസ്മയ മരിച്ചുപോയി. ഇവിടെ നിന്ന് തന്നെ ആത്മഹത്യ ചെയ്തിട്ട്, എന്താ നിങ്ങൾക്കറിയാമല്ലോ, ആ സമയത്ത് ഭയങ്കരമായിട്ട് കത്തിപ്പടർന്ന ന്യൂസായിരുന്നു അത്, ഒരു മാസത്തോളം. അപ്പോൾ സംഭവം എന്ന് വെച്ചാൽ ഈ പുള്ളി MVDയിലാണ്, മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് ഇൻസ്പെക്ടറാണ്. അപ്പോൾ അതൊക്കെ അറിഞ്ഞിട്ട് തന്നെ എന്താ പറയണ്ടേ, ഏതൊരു കാറ് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഈ കാറ് പോരാന്ന് പറഞ്ഞിട്ടാണ്. അതൊക്കെയാണ് ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ, ഈ പുലിക്കൂട്ടിലേക്ക് മനഃപൂർവ്വം അയക്കുന്നതാണ് ചില പെൺകുട്ടികളെ മൊത്തം. അതായത് പുലിക്കൂട്ടിലേക്ക് കെണിയായിട്ട് ആടിനെയും ചെറിയ ചെറിയ പിന്നെ കോഴിക്കുഞ്ഞുങ്ങളെയൊക്കെ ഇടുന്ന പോലത്തെയാണ് അവസ്ഥയാണ് ചില കല്യാണം. അതായത് ഇങ്ങനെയുള്ള ദുഷ്ടന്മാരാന്ന് അറിഞ്ഞിട്ട് മനഃപൂർവ്വം തള്ളിവിടുന്നത്. പിന്നെ ചിലരെന്ന് പറഞ്ഞാൽ ദുഷ്ടന്മാർ ആണെന്നൊന്നും അറിയാൻ പറ്റില്ല. കല്യാണം കഴിഞ്ഞിട്ട് വീട്ടിൽ പിറ്റേ ദിവസം എത്തുമ്പോൾ മാത്രമേ പറയാൻ പറ്റൂ, അമ്മായി അമ്മയും പിന്നെ മോൻ്റെയും ഒക്കെ ഇത്. അപ്പോൾ ഇപ്പം നിങ്ങൾ കാണുന്നില്ലേ, പല പെൺകുട്ടികൾക്കും കല്യാണം വേണ്ടാന്നുള്ള ഒരു രീതിയാണ്. പ്രപ്പോസ് ചെയ്യുമ്പം വരെ താല്പര്യമില്ല എന്നുള്ള പറയുന്നത്. അല്ല, എൻ്റെ അനുഭവം ചിലതൊക്കെ എൻ്റെ അനുഭവമാണ്, പിന്നെ കുറേ ആൾ പറയുന്നുമുണ്ട്. അപ്പോൾ നിയമത്തിൻ്റെ പവർ എത്രമാത്രമാണെന്ന് ഇപ്പം മനസ്സിലായില്ലേ. ഒരു കൊലയാളി, അതായത് ഒരു മരണത്തിന് കാരണമായ ഒരാളെ അത്രയും തെളിവുകൾ ഉണ്ടായിട്ടും കൂടി പിന്നെ അവരെ നേരാവണ്ണം ശിക്ഷിക്കാണ്ട് കുറച്ച് കൊല്ലം മാത്രം ജയിലിലിട്ടിട്ട് ശിക്ഷാ കാലയളവൊക്കെ മരവിപ്പിക്കുന്നൊരു പരിപാടി. അതുമല്ല, കോടതികൾ ഇതിന് ഇത്രയും എന്നാ പറയേണ്ട സപ്പോർട്ട് ചെയ്യുന്നൊരു കാര്യമാണ്. ഇവിടുത്തെ കോടതി എന്നുള്ള മറ്റേ കോമഡി നോക്കേണ്ടി വരും, അത്രക്കും മോശം അവസ്ഥയാണ്. ഇവിടെ ഇനി ആർക്കാ നീതി കിട്ടുക? ഇനി ആർക്കാണ് ഇവിടെ ഇനി നീതി എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടാവുക? ഒന്നും ഉണ്ടാവില്ല. ഇതുപോലുള്ള ഒക്കെ പ്രശ്നങ്ങളിൽ പെട്ടുപോയവർ അവർക്കൊന്നും ഈ നീതി എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടാവില്ല. ഇന്നത്തോടെ എനിക്കത് മനസ്സിലായി.